ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ജൂൺ 13 വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുകയായിരുന്നല്ലോ. അന്ന് വിമല ഹൃദയ തിരുനാളും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളും പിന്നെ എല്ലാ മാസവും 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ദിവസവുമായി ആചരിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടല്ലോ. ഈ 3 ദിവസങ്ങളെയും ഓർത്തുകൊണ്ട് അന്ന് ഈ പരിശുദ്ധ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ജപമാല തുടർച്ചയായിട്ട് ചൊല്ലുവാനായി തുടങ്ങി. അന്ന് 2 കാര്യങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾക്കായിട്ട് അടയാളമായി ഈശോ തന്നു. അത് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കുറച്ച് പേര് വന്ന് ഞങ്ങളെല്ലാ 13 ഇതുപോലെ ഒത്തുകൂടാറുണ്ട്. ഈ 13 അന്തോണീസ് പുണ്യാളൻ്റെ തിരുനാൾ കൂടിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു, പരിശുദ്ധ അമ്മയുടെ ജപമാലയും രക്തക്കണിനീർ ജപമാല, അതായത് റോസാ മിസ്റ്റിക്കായുടെ ജപമാലയും 7 വ്യാകുലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പിന്നെ അന്തോണീസ് പുണ്യവാളൻ്റെ ജപമാലയും അത് 3 ചൊല്ലാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം ദൈവം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ വേണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് കുരിശിൻ്റെ മുകളിലുള്ള പരിശുദ്ധാത്മാവിനെ നിറം മങ്ങിയതുകൊണ്ട് പെയിൻ്റ് അടിക്കാനായിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. മാസങ്ങളായി കൊടുത്തിട്ട്. തിരക്കുള്ള ഒരു സ്ഥാപനമാണ്, അതുകൊണ്ട് ഒരിക്കലും വിളിച്ച് ചോദിച്ചില്ല. പക്ഷേ കുരിശിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവില്ലാതായപ്പോൾ എല്ലാവർക്കും വിഷമം. അതുകൊണ്ട് എന്നാവും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്ന് ഞങ്ങൾ ഓർത്തു. പ്രിയ കൂട്ടുകാരെ, അന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും ഇന്നത്തെ ദിവസം 3 ആഘോഷങ്ങൾ ഞങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, അന്തോണീസ് പുണ്യവാള, നീ അത്ഭുതങ്ങൾ നടത്തുന്നവനല്ലേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന് പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കോള് വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ആ പ്രാർത്ഥനയുടെ ഇടയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് കുറച്ച് ആത്മാക്കളെ ഒരുമിച്ച് ഈശോയിൽ നിലനിർത്താൻ വേണ്ടി ഒരു ഷെയറിങ് വേണം എന്ന് പറഞ്ഞ് സമർപ്പിതനായ ഒരു വ്യക്തി എന്നെ വിളിച്ചതായിരുന്നു. അത് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ 30 വർഷമായി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വിളിയിൽ ഒരു ചഞ്ചലിപ്പ്, ഒരു ഉറപ്പില്ലായ്മ, അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരെ ചെന്ന് കാണുക, ഒരു പ്രയറൊക്കെ നടത്തുക. ഒന്നും വീടുകളിലല്ല കേട്ടോ, ഒന്നുകിൽ മഠങ്ങളിൽ, അല്ലെങ്കിൽ സെമിനാരികളിൽ, അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ, അങ്ങനെയൊക്കെയാണ്. എല്ലാം ഞാൻ നിർത്തി വച്ചിരിക്കുകയാണല്ലോ രോഗാവസ്ഥ മൂലം. പക്ഷേ ഇത് ഈശോയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഞാൻ ആ ഫോൺ വിളിച്ച ഫാദറിനോട് പറഞ്ഞു, ഞാൻ നോക്കാം, എൻ്റെ ആരോഗ്യം ശരിയാണെങ്കിൽ, ഈശോ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വന്നപ്പോൾ, കൂട്ടുകാരെ, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായ ഒരു കാര്യമാണ്. ഞങ്ങൾ 10-20 വർഷമായി 1000 മണികൾ കോർത്ത് കെട്ടി ഒരു ജപമാല പോലെ ചെല്ലാറുണ്ട്. അപ്പം നന്മ നിറഞ്ഞ മറിയമ്മയ്ക്ക് എണ്ണം കിട്ടാൻ വേണ്ടി 20 വർഷമായി ഉപയോഗിക്കുന്ന ഒരു ജപമാലയാണ്. ഞാൻ ഈ ഫോണിൽ അവിടേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ സ്ഥലത്ത് വന്നപ്പോൾ ആ ജപമാല പൊട്ടി എന്ന് പറയാം, പൊട്ടിച്ചു എന്നാണ് പറയേണ്ടത്. ഒന്നും ചെയ്തില്ല ആരും. അത് മടക്കി എടുത്തു വയ്ക്കാൻ പോകുന്ന സമയത്ത് ജപമാല പൊട്ടി, മണികളെല്ലാം തെറിച്ചു പോയി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഇതെൻ്റെ ഇന്നത്തെ ദിവസം നല്ലൊരു അടയാളം തരണമെന്ന് പറഞ്ഞ് ജപമാല പൊട്ടിച്ചത്. അവിടെ ഇരുന്ന് ഞാൻ കോർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, മോളെ, ഇത് അവനാണ് ചെയ്തത്, എൻ്റെ ശത്രു. എല്ലാം ഈശോ അനുവാദം കൊടുത്തിട്ട് തന്നെ
അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങൾ. അത് ആ സമയത്തുണ്ടായിരുന്നില്ല. രണ്ടാമത് നടന്ന കാര്യമാണത്. ഒന്നാമത് നടന്നത് ഈ ജപമാല പൊട്ടിക്കൽ പ്രസ്ഥാനമാണ് നടന്നത്. ജപമാല പൊട്ടിക്കുക. അപ്പോൾ രാവിലെ തന്നെ സന്ദേശം കിട്ടിയിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. അപ്പോൾ 11 ജപമാല കഴിഞ്ഞതോടുകൂടി അവൻ ഇരിക്കപ്പുറതി ഇല്ലാതായി. മാത്രമല്ല, ഞാൻ വരാമെന്ന് പോകാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി 7 ആളുകളെ നേടാമായിരുന്നു. അവിടേക്ക് പോകാമെന്ന് പറഞ്ഞത് സാത്താന് തീരെ താല്പര്യമായിട്ടില്ല. എന്തായാലും ഈശോ അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിവ് കിട്ടി. ദൈവത്തിന് നന്ദി, കോടാനുകോടി നന്ദി. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അന്ന് ഇങ്ങനെ ഒരു ജപമാല പൊട്ടുമ്പോൾ സങ്കടമായി പോയി എന്നെ. ഈശോ പറഞ്ഞു, മോളെ നോക്ക്, ആരാണിത് ചെയ്തത്? അപ്പോൾ ഞാൻ കാണുന്നു, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഈശോ എല്ലാം കാണിച്ചു തന്നു. ഇതുപോലെയാണ് സാത്താൻ ഓരോ നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ്റെ പണിയാണെന്ന്. എന്തായാലും ഞാൻ പണ്ട് അവനോട് പറഞ്ഞതുപോലെ, നിനക്ക് ഒരു ജപമാല പൊട്ടിക്കാനല്ലേ പറ്റുള്ളൂ, എൻ്റെ ഈശോ ഇവിടെയുണ്ടെന്ന് ഞങ്ങൾ വലിയ ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കാപ്പ് കൊണ്ട് അമ്മ ഞങ്ങൾ പൊതിഞ്ഞിരിക്കുക, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജപമാല കോർത്ത് കെട്ടി. എന്തായാലും കൂട്ടുകാരെ, അതിനുശേഷം ആ രൂപം കൊണ്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സമർപ്പിതൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഫ്രണ്ടുമായിട്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ അതിശയിച്ചു പോയി. ഒരിക്കലും വീട്ടിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു ആളാണ്. ഞാൻ ഓർത്തു 10-20 വർഷമായി എനിക്ക് പരിചയമുള്ള ഒരു സമർപ്പിതൻ. ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ വഴിക്ക്? ആളുടെ കയ്യിലാണ് ഞാൻ രൂപം കൊടുത്തിരിക്കുന്നത്. ആൾ പറഞ്ഞു, ഇതിനെ ഇവിടെ കൊണ്ടുവരാനാ, എന്തോ ഇന്ന് പ്രത്യേകമായിട്ടൊരു പ്രചോദനം കിട്ടി, ഇന്ന് കൊണ്ടുവരണമെന്ന്. ഇവിടെ പ്രാർത്ഥനയാണല്ലേ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുകയായിരുന്നു, കുറേ മാസങ്ങളായല്ലോ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിൽ നിന്നും പോയിട്ട്, പരിശുദ്ധാത്മാവ് എന്താ വരാത്തതെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയോട് ചോദിക്കുകയും ചെയ്തു, അടയാളമായിട്ട് പരിശുദ്ധാത്മാവിനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റിയെങ്കിലെന്ന്. അങ്ങനെ രണ്ടാമത്തെ അടയാളവും വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ആദ്യം ജപമാല പൊട്ടിച്ചപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത് കൂടിയായപ്പോൾ സ്വർഗം ഈ ദിവസം ഞങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായി. പിന്നെ അന്തോണിസ് പുണ്യവാളനല്ലേ, അത്ഭുതങ്ങൾ നടത്തുന്നവനല്ലേ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, നീ അത്ഭുതങ്ങൾ നടത്തുന്നതല്ലേ, ഇന്ന് നിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അത്ഭുതം, അല്ലാതെ വേറെ മഹാ അത്ഭുതങ്ങളൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ആ രൂപം ഒന്ന് ഇന്ന് തിരിച്ച് കിട്ടിയെങ്കിൽ എന്നല്ല, പണി കഴിഞ്ഞു എന്നെ ഫോൺ ചെയ്താൽ മതി. പക്ഷേ നമ്മളൊന്ന് ചോദിച്ചാൽ അതിലപ്പുറമാണ് അന്തോണിസ് പുണ്യാളൻ ആ ഉണ്ണീശോയോട് പറഞ്ഞ് ചെയ്യിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പിന്നീടുണ്ടായ കാര്യം അവിടേക്ക് പോകാൻ എന്നെ തടസ്സപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. കുറേയധികം കാര്യങ്ങൾ ഈ ദിവസത്തിൽ ചെയ്തു സാത്താൻ, അങ്ങോട്ട് പോകാതിരിക്കാൻ. ശാരീരികമായി പീഡിപ്പിച്ചു, പിന്നെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ അതെല്ലാം ഈശോയുടെ തിരുഹൃദയം, ഈശോയുടെ അനുഭാവത്തോടു കൂടി ഉണ്ടാകുന്നതാണ് എന്നുള്ള ആഴമേറിയ വിശ്വാസമുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റി. എന്തായാലും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ആ പോകേണ്ട സ്ഥലത്ത് പോയി ആ 7 ആത്മാക്കൾക്കും ഈശോനെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം. ഈശോ അവരെ നയിക്കും. പക്ഷേ അതെനിക്ക് പറ്റുമോ എന്നെനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഈശോ അതിമനോഹരമായിട്ട് ആ കാര്യം നടത്തി. അവിടെ നിന്നും വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പറയും, സാത്താൻ തോറ്റു, യേശു ജയിച്ചു. സാത്താൻ തോറ്റു, പരിശുദ്ധ അമ്മ ജയിച്ചു. പ്രിയ സഹോദരങ്ങളെ, സാത്താൻ നമ്മളെ പലതരത്തിലും പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാതെ നമ്മളൊരു നന്മയ്ക്കായിട്ട് പുറപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നതെങ്കിൽ കരുതിക്കൊള്ളുക,
നമ്മൾ ആ നന്മ ചെയ്യുന്നത് സാത്താൻ ഇഷ്ടമില്ല. ഏത് വിധേനയും അവനതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനായി പല പ്രശ്നങ്ങൾ കൊണ്ടുവരും. എല്ലാ തടസ്സങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അറയിലേക്ക് കൊടുക്കാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ വെച്ച് കൊടുത്താൽ മതി. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ്, പിന്നെ രക്തക്കണിയുടെ ജപമാലയാണ്, പിന്നെ അന്തോണിസ് പുണ്യവാളൻ്റെ ഒരു ജപമാലയാണ്. ഈ 3 പ്രാർത്ഥനകളാണ് ഇന്ന് ഈ ദിവസം, അതായത് 13-ാം തീയതി ചൊല്ലിയത്. നമുക്ക് കുറച്ച് നേരം ഈ പ്രാർത്ഥന കേൾക്കാൻ കേട്ടോ. യോജിച്ച ഹൃദയങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഏതൊരു കാര്യം ചോദിച്ചാൽ ഈശോതരും മത്തായി 18:21 അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ഈശോയുടെ വാക്കു പാലിക്കാൻ ഈശോയുടെ കരുണ കൊണ്ട് ഈശോ ഇടപെടുന്നതാണ് ഈ ഇടപെടലുകൾ. ദൈവം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. അങ്ങയുടെ ജനത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ജനത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. ഇപ്പോഴീ ഭൂമിയിലേക്ക് വസിക്കട്ടെ ദിവ്യാത്മാവ്, ആത്മാവിൻ ശക്തിയാ യുദ്ധം ധാർമ്മികതകളിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വർഗീയ വിശുദ്ധിയുടെ നിർമ്മല പുഷ്പമേ, പാപക്കറകളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. രഹസ്യം യാത്രക്കാരുടെ വഴികാട്ടിയായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങളുടെ ആത്മാക്കളെ പ്രക്ഷുബ്ധമാക്കുന്ന വികാരധീനമായ തിരമാലകളെ നശിപ്പിക്കുകയും ശാന്തവും സുരക്ഷിതത്വവുമായ തുറമുഖത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യണമേ.
കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യോടെ സ്നേഹിച്ച് ആദരിച്ച് സ്വന്തമായി തീരുവാൻ വിശുദ്ധ അന്തോനീസേ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി വിശുദ്ധ അന്തോനീസേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസേ, രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന വിശുദ്ധ അന്തോനീസേ, ജീവിതത്തിലെ മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന വിശുദ്ധ അന്തോനീസേ, നഷ്ടപ്പെട്ട വസ്തുക്കളെ കണ്ടെത്തി വീണ്ടെടുക്കുന്ന വിശുദ്ധ അന്തോണീസേ, സങ്കടപ്പെടുന്നവരുടെയും ക്ലേശിതരുടെയും ആശ്വാസദായകനായ വിശുദ്ധ അന്തോണീസേ, കാരുണ്യത്തിന്റെ കൃപാസാഗരമായ വിശുദ്ധ അന്തോണീസേ, പ്രസാദങ്ങളുടെയും ഉറവയായ വിശുദ്ധ അന്തോണീസേ, ദീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ അന്തോണീസേ, ഈശോയെ അത്യധികം സ്നേഹിച്ച് വിശുദ്ധ അന്തോണീസേ, ജനങ്ങളിലും സൽപ്രവർത്തികളിലും അത്ഭുതം പ്രവർത്തിച്ച വിശുദ്ധ അന്തോണീസേ, കാരുണ്യം യാചിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോണീസേ, പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവതൃക്കരങ്ങളാൽ ഞങ്ങളെ സമർപ്പിക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഇല്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന മക്കളെ ക്രിസ്തുവിൽ ഭദ്രത കണ്ടെത്തുവാൻ ഉണ്ണീശോയിൽ നിന്നും അനുഗ്രഹം വാങ്ങിത്തരണമെന്ന് വിശുദ്ധ അന്തോണീസേ, ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വിശുദ്ധ അന്തോണീസേ, പോയ ആത്മീയ ജീവിതത്തെ പുനർജീവിപ്പിക്കുവാൻ വിശുദ്ധ അന്തോണീസേ, മൂലം തകർന്ന കുടുംബങ്ങളെ ഇതിന് ശേഷം നമ്മൾ ചൊല്ലുന്ന മാതാവിൻ്റെ ലുത്തിനിയ രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ലുത്തിനിയ എന്നാണ് അറിയുക. അതിൻ്റെ തുടക്കം അനാദികാലം മുതൽ നിർണയിക്കപ്പെട്ട പിതാവിൻ്റെ ഓമൽ കുമാരിയായ മറിയമേ എന്നാണ്. ഞങ്ങളിത് സാധാരണ ഉപയോഗിക്കുന്നതല്ല. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി ഫോളോ ചെയ്യുന്നതോട് കൂടെ നമ്മൾ ഇത് ചേർത്ത് ചൊല്ലുന്നതാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ലുത്തീനിയ.
നമുക്ക് ഇത് കേൾക്കാം കേട്ടോ. വിരക്ഷകന്റെ മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമുന്നത സന്താനമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഭാജനമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയുടെ മഹിമാവിൽ ഗർഭസ്ഥയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപത്തിന്റെ കളങ്കമേശാത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ത്തിന്റെയും മാതൃകത്തിന്റെയും മാതൃകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവായാൽ അനുഗ്രഹീതയെന്ന് പ്രകീർത്തിതയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെ ഏകജാതനെ തിരകത്തോടെ ഓമനപുത്രനെ കാണിച്ചു കൊടുത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാഥന്റെ ഉറ്റ സഹപ്രവർത്തകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിലും അവിടുത്തെ ദിവ്യമായ ഔന്നത്യത്തിലും അർപ്പിത മാനസയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാനായിൽ സ്വന്തം അർത്തന മൂലം ഒരു മഹാത്ഭുതം സംരചിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശാരോഹണം വരെ ഈശോയോട് ഒന്നിച്ചു നിന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷയുടെ മഹാകർമ്മം സഫലമാക്കിയ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാരൂപിയുടെ അനുഗ്രഹങ്ങൾക്കായി കേണപേക്ഷിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥന മുഖേന സഭയെ സഹായിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മശരീര സമന്വിതയായി സ്വർഗാരോപിതയായി അവരോധിതയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരെയും മനുഷ്യരെയും കാൾ സമുന്നതയായ അവരോധിയായ മറിയമേ, ലഘുരൂപം ഞാൻ മിനി ജോയ്. അവിശ്വസ്തനായ ഒരു പാപി മാമോദീസായിൽ ചെയ്ത പ്രതിജ്ഞകൾ ഇന്ന് നവീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഞാൻ എന്നേക്കുമായി പരിത്യജിക്കുന്നു. ജീവിതത്തിലെ എല്ലാ ദിവസവും എൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് ഈശോയെ പിന്തുടരുവാനും ഇനിമേൽ അവിടത്തോട് കൂടുതൽ വിശ്വസ്തനായിരിക്കുവാനും വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഓ മറിയമേ, സ്വർഗനിവാസികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ദിവസം എൻ്റെ മാതാവും നാഥിയുമായി അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ അടിമയായി എന്നെ തന്നെ സമർപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആത്മാവോടുള്ളതും വരാനിരിക്കുന്നതും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെയും എനിക്കുള്ളവയുടെയും മേൽ പരിപൂർണമായ അധികാരാവകാശങ്ങൾ ഞാൻ അങ്ങേക്ക് നൽകുന്നു. സമയത്തിലും കൃത്യതയിലും ദൈവമഹത്വത്തിനു വേണ്ടി അങ്ങേ ഇഷ്ടം പോലെ അവയെ വിനിയോഗിച്ചാലും. ആമേൻ. നന്ദി